അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714 011 099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ലിറ്റ്മസ് 24ൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ലിറ്റ്മസ് 24ൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയോ അതുമല്ലെങ്കിൽ പണമില്ലാത്ത മറ്റൊരു വ്യക്തിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും അവസരമുണ്ട്. essensglobal.com എന്ന വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് എന്ന വിഭാഗത്തിൽ പോയി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തോ അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714 011 099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടും അതിലെ ചില കാര്യങ്ങൾ കണ്ടെത്തി അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളിലായതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഒക്ടോബർ 7 രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരേക്കും നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ദിനം അതെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിച്ച് നിരന്തരം വാർത്തകൾ പരതിയ ഒരു ദിവസമായിരുന്നിരിക്കണം. കാരണം കാലങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒക്ടോബർ 7 എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന ഒരു സംഗതി ഇന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കും കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടായി. അങ്ങനെ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി പല ആളുകളും ഈ വിഷയത്തിൻ്റെ പല കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ പല തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ നമ്മളത് ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കാണാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലൂ ഈ തംബ്നെയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു ചിത്രം, ഒരു തൊപ്പി വെച്ച ഒരു കാക്കാനും അതുകൂടാതെ ഹിറ്റ്ലറും ഇരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്താണ് ഈ ചിത്രത്തിന് ഇവിടെ ഒരു പ്രസക്തി എന്ന് ചിലപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിനോടകം ഇതെന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് വിശ്വാസികൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാവരും തന്നെ, പിന്നെ നമ്മളുടെ വോക്ക് യുക്തിവാദികളും അതുപോലെ കുറേ കപട മതേതരവാദികളും കപട പുരോഗമനം പറയുന്ന ആളുകളും പിന്നെ ഇവിടുത്തെ കുറേ ഇടതന്മാരും ഇവരൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഈ തരത്തിലുള്ള ചരിത്രമൊക്കെ അറിയാനും വായിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ പണ്ടേക്ക് തന്നെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് പലപ്പോഴും അവർ ഇസ്രായേലിൻ്റെ പതാകയൊക്കെ വെച്ച് ഇതുപോലെ കാര്യങ്ങൾ പറയുന്ന ആളുകളായിട്ട് മാറുന്നത്. ഇസ്രായേലിൻ്റെ പക്ഷം പിടിക്കുന്നു എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതിലേക്കാണ് കിടക്കാനുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്തുകൊണ്ട് ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഭാഗമാവുക. നമ്മളുടെ ഈ ഒരു പ്രയത്നം അത് നിങ്ങൾക്കും കൂടി ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൊണേഷൻസിലൂടെയും മറ്റു രീതിയിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നു, യുദ്ധം അവസാനിക്കണം. അതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല, എനിക്കുമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമെന്ന് പറയുന്നത് അത് നമുക്ക് സമാധാനം തരുന്ന കാര്യമല്ല. സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ എന്ന് വരെ പറയാറുണ്ടെങ്കിലും പരമാവധി യുദ്ധം ഒഴിവാക്കിക്കൊണ്ട്, രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിഹാരത്തിനുള്ള ശ്രമം, അതിനുള്ള വഴികൾ തേടുക എന്നതാണ് നമ്മളുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ്റെ പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും തേടേണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മളെ വഴിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള സമാധാനം അത് കണ്ടെത്താൻ തന്നെയാണ് നമ്മളെപ്പോഴും ആദ്യത്തെ ശ്രമം പ്രയോറിറ്റി ആയിട്ട് കാണേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അതല്ല. ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ
പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഇവിടെ ചില പീസ് കീപ്പിംഗ് ഫോഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ UN പോലെയുള്ള ബോഡീസ് പോലും ഇവിടെ ഉണ്ടാകുമ്പോൾ അവരിൽ ഒക്കെ നമ്മളുടെ ആധുനിക ലോകത്തിനൊരു വലിയൊരു പ്രതീക്ഷ ഉണ്ട്. അവരിടപെടും, അവർ കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും എന്നുള്ള ഒരു സംഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരുന്നു. അതിവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷപാതിത്വം എന്ന് പറയുന്നത്. എന്താണ് അത്? ഇവിടുത്തെ ആ തരത്തിലുള്ള ഒരു ചായ്വ്, ഒരു വശത്തെ കാര്യങ്ങൾ കാണാതിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അതായത് ലെബനോനിൽ ഹിസ്ബുള്ള അവരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണവും അവർ നിരന്തരം ഒക്ടോബർ 7-ന് ശേഷം, കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം നിരന്തരമായിട്ട് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഇതുപോലെ റോക്കറ്റ്സ് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും അവിടെ അനേകം ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് ശരിയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് ശരിയല്ല എന്ന് പറയേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞോ? ഇവിടെ UN പറഞ്ഞോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അത് കൂടുതൽ വെളിച്ചത്താവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവസാനം ഇസ്രായേൽ പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ ഇനി നമ്മുടെ രാജ്യത്തേക്ക് കടക്ക് പുറത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ UN-നെ വരെ പിണക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിൽ ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടാത്തൊരു കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ മീഡിയ ചാനലുകളൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് മുക്കാൽ മീഡിയയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒക്ടോബർ 7-ന് അവർ വാഴ്ത്തുന്നത് എന്തായിട്ടാണ്? ആ വാഴ്ത്തുപാട്ടുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒക്ടോബർ 7-ന് നടന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന നടത്തിയ നരനായാട്ട്, അവിടെ നടത്തിയ ബലാത്സംഗങ്ങൾ, തക്ബീർ ധ്വനികളോടുകൂടി നടത്തിയ ബലാത്സംഗങ്ങൾ, അതുപോലെ തന്നെ തക്ബീർ ധ്വനിയോടുകൂടി നടത്തിയ വെടിവെപ്പ്, തക്ബീർ ധ്വനിയോടുകൂടെ നടത്തിയ ചറപറ ആളുകളെ വെട്ടിക്കൊല്ലുന്ന കാഴ്ച, അവരെ കത്തിക്കുന്ന കാഴ്ച, ഇതെല്ലാം തുപ്പുന്ന കാഴ്ച, അവരുടെ ആ ചാവാത്ത ശരീരങ്ങൾ ട്രക്കിലെടുത്തുകൊണ്ട് പോകുമ്പോൾ വിവസ്ത്രരാക്കിയിട്ട് അതിലേക്ക് ചവിട്ടുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മളുടെ തക്ബീർ ഇങ്ങനെ നടത്തുന്ന കാഴ്ച. അപ്പോൾ ഇതെല്ലാം ഉണ്ടായ ഒരു ദിവസമാണ് ഈ പറയുന്ന ഒക്ടോബർ 7. 1100 ആളുകളെ കൊല വിളിച്ചു. അതുകൂടാതെ 10-200 ആളുകളെ പിടിച്ചുകൊണ്ട് പോയി, ഹോസ്റ്റേജസ് ആയിട്ട് അവിടെ ബന്ദികളാക്കിയിട്ട് അവിടെ വെച്ചു. അതിൽ കുറച്ച് പേരെ തുടക്കത്തിൽ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വിട്ടയച്ചു. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ തടവിൽ വെച്ചുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ്, അത് ഇവിടെ ഹമാസിനെ തുരത്തിക്കൊണ്ട് ആ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ച ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് നടത്തുന്ന യുദ്ധത്തിനിടയിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം IDF നടത്തുമ്പോൾ അവരുടെ തൊട്ടടുത്ത് എത്തിയെന്ന് കാണുന്ന മുറയ്ക്ക് അവരെ വെടിവെച്ച് കൊന്നിട്ട് അവരവിടുന്ന് രക്ഷപ്പെടുന്ന കാഴ്ച വരെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ പലതരം കാഴ്ചകൾ നമ്മൾ കണ്ടു, പല വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കി. അന്നും നമ്മൾ പറഞ്ഞു, ഇതിൽ നിങ്ങൾ ചർച്ചയാക്കാത്ത ഒരു വിഷയമുണ്ട്, അത് മതമാണ്. ഈ വിഷയത്തിൻ്റെ കാതലായ ഒരു വിഷയം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത് സോൾവ് ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലെ പ്രധാന വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇതിലെ മതത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇതിൽ മതത്തിന് പങ്കൊന്നുമില്ല, അത് നിങ്ങൾ മതവെറി കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മതവെറി കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കടിച്ചു പിടിച്ച് നിന്നു. ആ ഒരു പറച്ചിലിനെ അവർ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്ന സംഗതി അത് ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലേക്കും കുത്തി നിറയ്ക്കപ്പെടുന്ന ഒരു ചിന്തയാണ്, അത് ഒരു വലിയൊരു വിഷമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ. ആ ഒരു സംഗതി നമ്മൾ തുറന്നു പറയുമ്പോൾ അത് നമ്മുടെ തോന്നലാണ് എന്ന് പറഞ്ഞു വരെ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ്റെ പരമോന്നത നേതാവ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു കൊടും തീവ്രവാദി എന്ന് നമുക്ക് മുദ്ര കുത്താൻ പറ്റുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വെള്ളിയാഴ്ച പ്രസംഗം പുറത്തു വരുന്നത്. ആ പ്രസംഗത്തിൽ ആൾ പറയുന്നത് എന്താണ്? ഇസ്രായേൽ നമ്മുടെ പൊതുശത്രുവാണ്. ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അറബികൾ, മുസ്ലിങ്ങൾ എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. ഇതേ വാചകങ്ങൾ, ഇത് നമ്മുടെ പൊതുശത്രുവാണ് എന്ന് മാത്രമല്ല, ഇത് ഇസ്രായേൽ ഒരു തുടക്കം മാത്രം, ഇത് കഴിയുമ്പോൾ അടുത്ത രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതൊരു ജിഹാദാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് ഈ ഒരു ചെറുത്തുനിൽപ്പ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഇവിടെയുള്ള വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊരു ജിഹാദാണ് എന്നും, ഇത് ഇസ്രായേൽ കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തേക്ക് പോകും, അങ്ങനെ അമേരിക്ക, ഇന്ത്യ എല്ലാം അതിനകത്തേക്ക് പെടും എന്നും കൂടി പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ളൊരു സംഗതി. അതുമാത്രമല്ല, ഒക്ടോബർ 7 എന്ന് പറയുന്ന അന്ന് നടന്ന ആ നരനായാട്ട് അത് ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട്, സ്വാതന്ത്ര്യ സമര പോരാട്ടമായിട്ടാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. നമ്മുടെ ഈ ജിഹാദി കൂട്ടങ്ങൾ
ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പോരാട്ടങ്ങളെ ആയാലും സമരമുറകളെ ആയാലും എല്ലാം റാഞ്ചി എടുത്തുകൊണ്ട് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ അവർ ഉപയോഗിക്കുന്നു. ആ ആൾ ബലം കൂട്ടിക്കഴിയുമ്പോൾ അത് വെച്ചുകൊണ്ട് വോട്ട് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം അത് ഭരിക്കാമെന്ന് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പെറ്റുകൂട്ടിയിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ച അത് നമ്മളിവിടെ കാണുന്നു. മതേതരത്വം എന്ന് പറയുന്നൊരു വിഷയം വരുമ്പോൾ അവിടെ മതേതരത്വത്തിൻ്റെ ഭാഗമാണ് തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരിക എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് അതിനുവേണ്ടി ബാക്കിയുള്ള ആളുകളെ കൊണ്ട് എല്ലാ മതനിയമങ്ങളെയും ഇതുപോലെ പരിഗണിക്കുന്നൊരു നിലയുണ്ടാക്കിയെടുത്തിട്ട് അവസാനം തങ്ങളുടെ മതത്തിൻ്റെ നിയമം മാത്രം അവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു. മതേതരത്വത്തെ റാഞ്ചുന്നു. അതേപോലെ സമരമുറകളെ റാഞ്ചുന്നു. നമ്മൾ കണ്ടു ഇവിടെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ നടത്താവുന്ന ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അത് നയിക്കാനുള്ള അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് റാഞ്ചിക്കൊണ്ട് അത് ഇതുപോലെ കൊലവിളി നടത്താനും ഉപ്പും മുളകൊക്കെ കരുതിക്കോ കുന്തിരിക്കൊക്കെ എടുത്തു വെച്ചോ എന്ന് വരെ പറഞ്ഞു പടർത്തുന്ന തരത്തിലുള്ള ആ കൊലവിളികൾ നടത്താനുള്ള പ്രക്ഷോഭങ്ങളായിട്ട് അതിനെ മാറ്റുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ്, സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നൊക്കെ പറയുന്ന സംഗതി അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇറക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്തെടുക്കാറുള്ള സമരമുറ ആ സംഗതിയെ ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് ഭീകരത നിറച്ചുകൊണ്ട് ഇന്നിപ്പോൾ അത് ഇതുപോലെ മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് വരെ ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ആ വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. അവരുടെ മുന്നിൽ വരുന്ന ജൂതനെ അവർ കൊന്നു തള്ളും. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഹദീസിൻ്റെ പിൻബലം എല്ലാ സംഗതികളും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്നിവിടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു കാര്യം, ഈ വിഷയം അവസാനിക്കുമോ? എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്, നമുക്കും ആഗ്രഹമുള്ള കാര്യമാണ്. യുദ്ധം വേണ്ട. കുട്ടികൾ മരിച്ചു വീഴുന്നു, എല്ലാ സ്ഥലങ്ങളിലും മരിച്ചു വീഴുന്നു. പാലസ്തീനിൽ മരിച്ചു വീഴുന്നു, ഗാസയിൽ മരിച്ചു വീഴുന്നു, വെസ്റ്റ് ബാങ്കിൽ മരിച്ചു വീഴുന്നു, മറ്റ് പല സ്ഥലങ്ങളിലും ഇസ്രായേലിൽ മാത്രമല്ല മരിച്ചു വീഴുന്നത്. ഇസ്രായേലിലും മരിച്ചു വീണു. നമ്മൾ കണ്ടു നോർത്തേൺ ഇസ്രായേലിൽ ലെബനോൻ്റെ ഹിസ്ബുള്ള അവിടെ നടത്തിയപ്പോൾ അവിടെ 11 കുട്ടികളാണ് ഒറ്റയടിക്ക് അവിടെ ഇല്ലാതെയായത്. ആരും ഇവിടെ ഓൾ ഐസ് ഓൺ അവിടെ നോർത്തേൺ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ആരും കരയാൻ നിന്നിട്ടില്ല. എന്നാൽ കുട്ടികൾ മരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ മരിക്കുന്നു, യമനിൽ മരിക്കുന്നു, സിറിയയിൽ മരിക്കുന്നു, ഇറാഖിൽ മരിക്കുന്നു, ലിബിയയിൽ മരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന സ്ഥലത്ത് 600 പേരെയാണ് ഒറ്റ ദിവസം വെട്ടിക്കൊന്നിരിക്കുന്നത്. ഓൾ ഐസ് ഓൺ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടോ? കേൾക്കില്ല. കാരണം എന്താണ്? അത് കൊന്നത് ജൂതന്മാരല്ല, അത് കൊന്നത് JNIM എന്ന് പറയുന്ന ലോകത്തെ ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിട്ടുള്ള ആ ഓർഗനൈസേഷനാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു ഉപോൽപ്പന്നം അൽ-ഖയ്ദയുടെയൊക്കെ ബാക്കിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി. ആരും ഇവിടെ നിലവിളിക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ നിലവിളിക്കുന്നു, അവർ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമാണ്, നമുക്കും വിഷമാണ്. അപ്പോൾ ഇത് അവസാനിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഇസ്രായേൽ വിചാരിച്ചാൽ അവസാനിക്കുമോ? ഇസ്രായേൽ വിചാരിച്ചാൽ അവസാനിക്കില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താണ്? ഇസ്രായേൽ പണ്ടേ വിചാരിച്ചതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം വിസ്മയം പോലെ താലിബാൻ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും നൊന്നിട്ടില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അതിനുശേഷം സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒക്ടോബർ 7 അതൊരു വലിയൊരു ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ആഘോഷം സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അന്ന് നടന്ന ആ തീവ്രവാദ ആക്രമണത്തെ അതൊരു തീവ്രവാദമാണോ അല്ലയോ എന്നുവരെ ആളുകൾക്ക് സംശയം ഇട്ട് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മുടെ നാട്, നമ്മളുടെ ഈ ലോകം എങ്ങനെയാണ് റാഞ്ചപ്പെടുന്നത്? ഇത്തരം ചിന്തകൾ അത് ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന കാര്യത്തെ പോലും നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അതാരാണ് കൊണ്ടെത്തിക്കുന്നത്? അത് ഏത് രീതിയിലാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത് ഇവിടെ ഒരു വലിയൊരു തെറ്റായ സന്ദേശം തരുന്നു. ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗാസയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള വകുപ്പ് ഇല്ലാതെയാക്കിയത് അത് ഈ മീഡിയ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കാക്കാമാരുടെ മുക്കാൽ മീഡിയകൾ തന്നെയാണ്. ഈ ഒരു ഗാസ ആ പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ 7 ശേഷം ഇവിടെ വലിയ തോതിൽ ആ തുരങ്കങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടും ഹോസ്റ്റേഴ്സിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ്, അതിൽ ഒരുപാട് ആളുകൾക്ക് നാശം സംഭവിക്കുന്നു, കൊല്ലപ്പെടുന്നു, കുട്ടികൾ മരിക്കുന്നു. അതുകൂടാതെ ബിൽഡിങ്ങുകൾ തകർന്ന് വീഴുന്നു. എല്ലാം സംഭവിച്ചപ്പോൾ അവസാനം ഇതേ മുക്കാൽ മീഡിയ തന്നെ ഒരു ചിത്രം പുറത്തിറക്കി. എന്താണ് ആ ചിത്രം? ഇസ്രായേൽ പാലസ്തീൻ ഗാസ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്ടോബർ 7 എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങൾ, വീഡിയോസ്, അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, റിപ്പോർട്ടുകൾ അത് നിങ്ങൾ വായിക്കാൻ ഞാൻ വായിച്ചു.
വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒക്ടോബർ 7-ന് മുന്നേ ഗാസ ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു. അവിടെ കുട്ടികൾ ചിരിച്ച് കളിച്ച് നടക്കുന്നു, സ്കൂളിൽ പോകുന്നു, ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നു, അതുപോലെ നഴ്സറികൾ നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുന്നു. ഓരോ ആളുകൾക്ക് 5-10 കുട്ടികളാണല്ലോ, ഇന്തിഫാദയ്ക്ക് ഇറക്കി വിടാനുള്ളതല്ലേ. അങ്ങനെ അവിടെ നിറഞ്ഞു കവിയുന്ന നഴ്സറി സ്കൂളുകൾ, മറ്റ് സ്കൂളുകൾ, കോളേജുകൾ, ഇതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാസ ഇടതുവശത്ത്. എന്നിട്ട് വലതുവശത്ത് ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ കണ്ണും മൂക്കുമില്ലാതെ ബോംബിട്ട് തകർത്ത ചിത്രം വലതുവശത്ത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇവിടെ വരുന്നു. അതായത് ഈ ഒരു ഒക്ടോബർ 7-ന് മുന്നേ ഗാസ എന്ന് പറയുന്ന പ്രദേശം അതൊരു ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് ഓപ്പൺ എയർ പ്രിസൺ അല്ലായിരുന്നോ എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല അതിൻ്റെ കൂടെ ബോണസായിട്ട് 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാം. ആരായിരുന്നു ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത്? അവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് പൂർണ്ണ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ ലഭിച്ചിരുന്നില്ലേ? അവരുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരാണ് അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇതാരും എന്താണ് സംസാരിക്കാത്തത്? അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇതാരും പുറത്ത് സംസാരിക്കാൻ പാടില്ല. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വേർഡ്സ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, ഗാസ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്ടോബർ 7th സാറ്റലൈറ്റ് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഈ ഗാസൻ കടൽ തീരത്ത് ഇരുന്നു കൊണ്ട് ആളുകൾ കാറ്റ് കൊള്ളുന്നത് അടക്കമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു സ്വർഗ്ഗതുല്യമായ ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് ഇസ്രായേലല്ല, ലോകരാഷ്ട്രങ്ങളല്ല, ഈ സംഖ്യക്കുട്ടനായ ഞാനല്ല, ഇത് മുക്കാൽ മീഡിയ തന്നെ പറയുന്ന കാര്യമാണ്. എന്നാൽ അവർ തന്നെ പറയുന്നു ഈ പറയുന്ന ഒക്ടോബർ 7-ന് ശേഷം ഗാസ തരിപ്പണമായി. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനെ സുന്ദരമായിട്ടിരുന്ന ഗാസയിൽ ഇന്നിപ്പോൾ സുന്ദരമല്ലാത്ത ഗാസയാക്കാൻ എന്താണ് വഴിവെച്ചത്? ഒക്ടോബർ 7 എന്ന് അവർ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്ടോബർ 7-നെ കുറിച്ച് മാത്രം പറയും. അപ്പോൾ ഒക്ടോബർ 7-ന് മുന്നേ ചരിത്രമൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ഈ അൽ ജസീറയുടെ അടുത്ത് പോയി ചോദിക്കുക. ഒക്ടോബർ 7-ന് മുന്നേയും ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗാസ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നു? നിങ്ങളാണല്ലോ പറഞ്ഞു ഒക്ടോബർ 7-ന് മുന്നേ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തുകൊണ്ട് ഈ പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 7-ന് മുന്നേയും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാസ ഇരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. എനിക്കതാ മനസ്സിലാവാത്തത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പറയണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ആ കാരണങ്ങൾ കൊണ്ട് നമ്മളിവിടെ ഒരു കാര്യം എടുക്കുകയാണ്. അതായത് ഒക്ടോബർ 7-ന് മുന്നേ എല്ലാം ശാന്തമായിരുന്നു. ഒക്ടോബർ 7-ന് ശേഷമാണ് എല്ലാം പ്രശ്നം ആയത്. ആ പ്രശ്നം എന്താണ്? അത് ഒക്ടോബർ 7-ന് അന്ന് നടത്തിയ ഗാസയിൽ നിന്നും ഈ ഹമാസിൻ്റെ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന തീവ്രവാദികൾ അവർ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം. ആ ആക്രമണത്തെ തുടർന്ന് അതിനെ തുടച്ചു നീക്കാൻ ആ പൊറുതിമുട്ടിയ ആ ജനത, അതിൻ്റെ സംരക്ഷകരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ആളുകൾ അവരുടെ ജനതയെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട്, അവരുടെ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ സൈനിക നീക്കം നടത്തുന്നു. അവരിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് അവർ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഹമാസോളികൾ അവർ പണിതുകൂട്ടിയ ഈ 600-700 കിലോമീറ്റർ നീളത്തിൽ സ്കൂളുകളുടെയും ഹോസ്പിറ്റൽസിൻ്റെയും നഴ്സറി സ്കൂളിൻ്റെയും മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും മനുഷ്യർ വസിക്കുന്ന ആ വലിയ ഒരു അർബൻ, ഈ കാണുന്ന ഇത്രമാത്രം ഡെൻസ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ താഴെ അവർ പണിതുകൂട്ടിയ ഈ വലിയ ഈ ടണൽ നെറ്റ്വർക്ക്സ്, ഇതിനകത്ത് വെച്ചുകൊണ്ട് അവർ നടത്തുന്ന യുദ്ധ കോലാഹലങ്ങൾ, അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ, അതുകൂടാതെ ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചു വെക്കുന്നു, ഇതുകൂടാതെ അവർ ഒളിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ട് ഈ യുദ്ധം ഇതുപോലെ നീണ്ടുപോകുന്നതിന് വഴിവെച്ചതും ഇതിലേക്ക് കൊണ്ടെത്തിച്ചതും ആരാണ്? അത് ഇസ്രായേലല്ല, അത് ഹമാസ് തന്നെയാണ്. അപ്പോൾ ഹമാസ് ആരെയാണ് ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടത്? ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചപ്പോൾ അതിൽ ദുരിതം അനുഭവിക്കുന്നത് ഇന്ന് പാലസ്തീനിയൻ ജനത ഉൾപ്പെടെയാണ് എന്നും കൂടി നിങ്ങൾ ഇവിടെ ഓർക്കുക. അതായത് ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലേക്ക് പണിതുകൂട്ടിയ കെട്ടിടങ്ങൾ, അവരുടെ സ്വപ്ന ഭവനങ്ങൾ, ഇതെല്ലാം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആരാണ്? അത് ഹമാസാണ്, ഇസ്രായേലല്ല. നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞ് ചിത്രത്തോടു കൂടി നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളിനി ഇവിടെ സംസാരിക്കുക ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് തുരങ്കപ്പണി എടുത്ത് മുഴുവൻ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇരു ജനങ്ങളെയും, ഇരു കൂട്ടരെയും, അതുകൂടാതെ ലോകമാസകാലമുള്ള ആളുകളെയും ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അത് ഈ മഹാനാണ് എന്നും കൂടി നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരും. ഈ മഹാൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അത് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നും കൂടി നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരും.
ഇത് പറയുമ്പോൾ ചെറിയൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു സർവേ റിപ്പോർട്ടാണ്. ഇത് US ചില യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില സർവേസ്, അവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ഒപ്പീനിയൻ പറയാൻ അവർ ഭയക്കുന്നു എന്ന നിലയിലേക്ക് വരുന്നു. നമുക്കറിയാം, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു 5-8 അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് സംഘി എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. നമ്മളത് കാര്യമാക്കുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ സംഖ്യയാവും എന്നതാണ് ഇന്നത്തെ നില. അതുകൊണ്ട് നമ്മൾ ഉള്ളത് പറയാൻ തീരുമാനമെടുത്ത ആളുകളായതുകൊണ്ട് സംഖ്യ വിളി നമ്മൾ കാര്യമാക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല മറ്റു പല സ്ഥലങ്ങളിലും. അവിടെ ഈ തരത്തിലൊരു നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയോ അതിനെ ഒന്ന് അനുകൂലിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തും ശരിയുണ്ട് എന്നറിയാതെ ഒന്ന് പറഞ്ഞു പോയാൽ അവരുടെ ജോലിയെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക്, അതായത് അവർക്ക് ഭാവിയിൽ അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ജോലി വരെ തടയപ്പെടാം എന്ന ഭയം കൊണ്ട് അവരത് പറയാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞാൽ മതി, ഫ്രീ പാലസ്തീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഫ്രീ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഫ്രം റിവർ ടു സീ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഇസ്രായേലിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം ഇങ്ങോട്ട് വേണ്ട, അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും എന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഈ വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ ഇത് ഇസ്രായേലിൻ്റെ ഭാഗം പറയാൻ പാടില്ല എന്ന രീതിയിലൂടെ ഒരു വലിയൊരു തീട്ടൂരവും, അതോടൊപ്പം ഇവർ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നുണ പ്രചരണങ്ങൾ അതിവിടെ കൊടുമ്പിരി കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇടയിൽ ഇതിൻ്റെ ഒരു മൊത്തം നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് പെറുക്കിയെടുക്കാവുന്ന പ്രധാനപ്പെട്ട 1-2 നുണകൾ അത് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ടേ ഉണ്ടായിരുന്നത് പാലസ്തീനാണ് എന്ന് പറയുന്നൊരു വാദം. 2 പ്രധാനപ്പെട്ട നുണയാണ് ഇവിടെ കിടക്കുന്നത്. ഒന്ന്, ഈ പണ്ടേ ഉണ്ടായത് പാലസ്തീനാണ് എന്ന് പറയുമ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്നൊരു സാധനം അതെപ്പോൾ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കണം. എപ്പോഴാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്നൊരു സാധനം വന്നത്, ഇത് ഏത് കാലഘട്ടം മുതലാണ് ഇവിടെ ഉണ്ടായത് എന്ന് നമ്മൾ അന്വേഷിക്കണം. പിന്നെ അതിന് ശേഷമാണ് അങ്ങനെ അതിന് ശേഷം പിന്നെ ആരാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരിക. നമുക്ക് അന്വേഷിക്കാം. അതുകൂടാതെ രണ്ടാമത്തേത്, പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അത് തിരികെ തരണം. അതായത് അധിനിവേശം നടത്തിയ ആളുകളാണ് നിങ്ങൾ, അതുകൊണ്ടാണ് നമ്മളത് തിരികെ ചോദിക്കുന്നത്. അതുകൊണ്ട് പാലസ്തീനികൾക്ക് ഇത് വിട്ടു തരണം. ഇതാണ് ഇന്നത്തെ ഏറ്റവും ന്യായമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാദം. അതായത് അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന പാലസ്തീനികളാണ്. പാലസ്തീനികളുടെ കയ്യിൽ നിന്നും ഇസ്രായേലികൾ സ്ഥലം തട്ടിയെടുത്തു. അതുകൊണ്ടാണ് നമ്മളത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്തിഫാദയൊക്കെ നടത്തി ഇങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കുന്നത് എന്ന് പറയുകയും, അപ്പോൾ അത് നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ അത് വിട്ടു തരണം, അതാണ് ധാർമ്മികത എന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നമുക്കത് പരിശോധിക്കാം. അടുത്തത്, സമാധാന ശ്രമം എന്നും പാലസ്തീൻ്റെ ഭാഗത്താണ്, ഇസ്രായേൽ ഇതുവരെ സമാധാനത്തിന് നിന്നിട്ടില്ല എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പാലസ്തീൻ്റെ ആളുകൾ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടെന്നുള്ളതും കൂടി നമ്മളിവിടെ പരിശോധിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ വികൃതമായ ആ സത്യത്തിൻ്റെ വികൃതമായ മുഖം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്രമാത്രം വികൃതമാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അവസാനത്തത്, യുദ്ധം എല്ലാം ഇസ്രായേലാണ് തുടങ്ങിയത്. ഇതുവരെ ഒരു യുദ്ധം പോലും അറബികൾ ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എല്ലാ ആക്രമണങ്ങൾക്കും അതിൻ്റെയൊക്കെ ഉത്തരവാദി അത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും ഒളിച്ചോടാനുള്ള മറ്റൊരു ശ്രമം, ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ ആദ്യം പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലാണ്, ഉത്തരമായിപ്പോയി ആദ്യം പറഞ്ഞു, പണ്ടേ ഉണ്ടായിരുന്നത് പാലസ്തീനാണ് എന്ന് പറയുന്നൊരു വാദം. 2 കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ പാലസ്തീൻ എന്ന് പറയുന്ന വാക്ക് അത് എവിടെ നിന്ന് വന്നു, ആരാണ് ഇട്ടത്, ഇത് എവിടെ, നമ്മളങ്ങനെ അധികം ചർച്ച ചെയ്തു, പല ആളുകളും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പാലസ്തീൻ എന്ന് പറയുന്ന വാക്ക് അത് ഇട്ടുകൊടുക്കുന്നത് റോമൻസാണ്. റോമൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത്? ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അതായത് അപ്പം നിങ്ങൾ ഓർക്കണം, അവിടെ ഓൾറെഡി ജൂതന്മാരുണ്ട്. ജൂതന്മാരായിട്ടുള്ള ആളുകൾ നിരന്തരം ഈ റോമൻസിനെതിരെ, അവരുടെ ആ ഗോത്രങ്ങൾ കയ്യേറി അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്തിരുന്ന റോമൻസ് അവർക്കെതിരെ റിവോൾട്ട് നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടക്കുന്ന ആ സമയത്ത് അവരെ നാണം കെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഐഡൻറ്റിറ്റി റിപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവരുടെ ആ പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായി പോയിട്ടുള്ള അന്ന് അവിടെ നിലവിലില്ലാത്തൊരു കൂട്ടം ജനത, അതായത് ഫിലിസ്റ്റീൻസ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ഫിലിസ്റ്റീൻസിൻ്റെ പ്രശ്നം, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോൺ അബ്രഹാമിക് ഒരു ലീനിയേജാണ്. എന്ന് വെച്ചാൽ ജൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിക് ലീനിയേജാണ്. അപ്പോൾ ഈ ഫിലിസ്റ്റീൻസ് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് അബ്രഹാമിക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പൊളിറ്റിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വലിയ മലയാളിയാണെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്. നീ മലയാളിയൊന്നുമില്ല, നീ അണ്ണാച്ചിയാണെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും?
നമുക്കതൊരു ഇൻസൾട്ടായിട്ട് തോന്നുമോ ഇല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഒരു അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാച്ചിയാണോ എന്ന് പറയുമായിരിക്കും. ഇപ്പോൾ ഫിലിസ്റ്റീൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ അത് ശരി എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. പക്ഷേ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നീ ഒരു അണ്ണാച്ചിയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവുക? നിങ്ങളുടെ കംപ്ലീറ്റ് ആ മലയാളി ആ ഒരു ഇമേജ്, ആ ഐഡൻറ്റിറ്റി, അതെങ്ങനെയാണോ ആ ഒരു പ്രയോഗത്തിലൂടെ അവിടെ വലിച്ചു കീറപ്പെടുന്നത്, സമാനമായ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റോമൻസ് നടത്തിയൊരു വിളിപ്പേരാണ്, ഒരു കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ് ഈ പറയുന്ന സാധനം ഫിലിസ്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വസിച്ചിരുന്ന സ്ഥലത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേര് തന്നെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ആരെയാണ് വിളിച്ചത്? ജൂതന്മാരെ. അപ്പോൾ ജൂതന്മാരെ എവിടെ ഉണ്ടായിരുന്നു? ഈ പറയുന്ന ഈ കാനൻ പ്രദേശത്ത്, അല്ലെങ്കിൽ ഇന്ന് ഇവർ ഈ പറയുന്ന ഈ ഫലസ്തീനും ഈ അറബ് രാഷ്ട്രങ്ങളും ജോർദനൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗം, ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ള ആ ഭാഗത്ത് വസിച്ചിരുന്ന ആളുകളായിരുന്നു ഈ ജൂതന്മാർ. അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച, കളിയാക്കാൻ വേണ്ടിയിട്ട പേരാണ് ഈ പറയുന്ന ഈ പാലസ്തീൻ. പാ എന്ന് പറയുന്നൊരു സാധനമല്ല, ഫ എന്നാണ് അവിടെ വരുന്നത്. ഇതവിടെ ഉപയോഗിച്ചിരുന്നത്. ഇനി ഈ പറയുന്ന സാധനം അങ്ങനെ ഒരു ഒറിജിൻ എന്നുള്ളത് ഇവർ മിണ്ടില്ല. മിണ്ടിയാൽ നാണക്കേടാണല്ലോ, അതുകൊണ്ടായിരിക്കാം മിണ്ടാത്തത്. പോട്ടെ. ഇനി ഇതിൻ്റെ തെളിവുകൾ നിങ്ങൾ അന്വേഷിക്കുക. പലതരം തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും. പ്രധാനമായിട്ട് 2 തരം തെളിവുകളാണ്. ലിറ്ററേച്ചർ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല തെളിവുകൾ കിട്ടാം. എഴുത്തുകുത്തുകളിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അങ്ങനെ നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനിലടക്കം ഈ പറയുന്ന ഇസ്രായേലിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇസ്രായേലി ഗോത്രത്തെക്കുറിച്ച്, ഇസ്രായേലി വംശജരെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലി മക്കളെക്കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല പ്രയോഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ആരെയാണ് അത് ഉദ്ദേശിക്കുന്നത്? ജൂതന്മാരെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു തവണ പോലും പാലസ്തീൻ എന്ന് പറയുന്നൊരു വാക്ക് പോലും കാണാൻ കഴിയില്ല. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? കാരണം അവിടെ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഇനി ഈ പറയുന്ന മതകിതാബുകൾ അതൊരു എവിഡൻസ് ആയിട്ട് എടുക്കുന്നത് ശരിയാണോ? അല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്? അത് പലതും ഇതുപോലെ കൈകടത്തലുണ്ടായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുള്ളതാവാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എടുക്കാവുന്നത് ഏതാണ്? ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്ന സാധനമാണ്. അതെടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ജൂതന്മാർക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുന്ന, കണ്ണിൽ കുത്തുന്ന തെളിവുകൾ. അത് ഏത് കാലം മുതലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1200 BC മുതലല്ല, ഒരു 3000 BC മുതലുള്ള ചരിത്രത്തിൻ്റെ പല പല ഘട്ടങ്ങളിലായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ബ്രോൺസ് ഏജ് മുതൽ അയൺ ഏജ് മുതൽ പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പണ്ടേ ഉണ്ടായിരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് ജൂതന്മാർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ജൂതന്മാർ പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ ഭരണത്തിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ഗ്രീക്ക് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട്, അങ്ങനെ ബാബിലോണിയൻസ്, അസീറിയൻസ്, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ട് ഇതേ സ്ഥലത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവരോട് ഒരു അനുകമ്പ കാണിച്ച ഒരു കൂട്ടം ആളുകൾ, ഭരണാധികാരികൾ എന്ന് പറയുന്നത് പേർഷ്യൻസാണ്. അവർ വരുന്നടാ, നിങ്ങളിവിടെ വന്ന് പള്ളിയൊക്കെ പണിയെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്ന ആളുകളും കൂടിയാണ്. ഈ കൂട്ടത്തിൽ ഈ ജൂതന്മാരെ ഈ പ്രദേശത്ത് നിന്നും ആട്ടി ഓടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ എണ്ണുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റോമക്കാരും ഗ്രീക്കുകാരും അസീറിയൻസും ബാബിലോണിയൻസൊക്കെ നിങ്ങൾക്ക് എണ്ണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അക്കൂട്ടത്തിലേക്ക് എണ്ണേണ്ട ആ 5ാമത്തെ കൂട്ടം ആളുകൾ അത് അറബികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന അറബികൾ, അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് നബി തന്നെയാണ്. മുഹമ്മദ് നബിയുടെ കൈപ്പടയിൽ എഴുതിയെന്ന് പറയുന്നില്ല, എന്തായാലും വായ്പടയിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കുറേ സാമാനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ വെച്ചിട്ട് ജൂതനെ ഉന്മൂലനം ചെയ്യണമെന്നും ജൂതഗോത്രങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ബനു ഖുറൈല കൂട്ടക്കലയടക്കമുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജൂതന്മാരെ ആ പ്രദേശത്ത് നാട്ടി ഓടിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളായിട്ട് ഇവിടെ മുസ്ലിങ്ങൾ മാറുന്നു, മുഹമ്മദ് നബിയും മാറുന്നു എന്നത് നമുക്കിവിടെ കാണാം. അറബികൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ പണ്ടേ ഉണ്ടായിരുന്നത് അറബികൾ അല്ല, പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന വാക്ക് പോലും അത് റോമക്കാരിട്ട് കൊടുത്താണ് ജൂതന്മാരെ കളിയാക്കാൻ വേണ്ടിയിട്ട്. ആ പേരാണ് ഇന്ന് അവർ കൊണ്ടു നടക്കുന്നതെന്ന് എന്നെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് കുഫിയ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വയം നാണം കെടും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഇങ്ങനെ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു നുണ പറഞ്ഞല്ലോ, അതായത് അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഉപദേശമായിട്ട് വെച്ചതാണ്, ഞങ്ങളിൽ നിന്നും സ്ഥലം നിങ്ങൾ തട്ടിയെടുത്തു, അത് നിങ്ങൾ തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ, ഇവിടെ ഈ ജൂതന്മാരവിടെ വസിച്ചിരുന്ന സ്ഥലത്ത് അവരെ ഇതേപോലെ ആട്ടി ഓടിച്ച കൂട്ടത്തിൽ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ അറബികളും ഇല്ലേ? ആ കൂട്ടത്തിൽ മുഹമ്മദ് നബിയും ഇല്ലേ? മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഖലീഫമാരില്ലേ? റാഷിദൂൻ ഖലീഫറ്റ്, അതല്ലെങ്കിൽ നമ്മൾ അബ്ബാസിഡ്സ്, ഓട്ടോമാൻ എംപയർ, എല്ലാവരും ഇതിനകത്ത് ഒരു കൈ പരീക്ഷിച്ചിട്ടുള്ള ആളുകളാണ്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആട്ടി ഓടിച്ചു.
അവർ ആ സ്ഥലം കൈക്കലാക്കി. എന്തുകൊണ്ട് ആ സ്ഥലം കൈക്കലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റു പല കാരണങ്ങളാണ്. ഒരു സ്ട്രാറ്റജിക് ഒരു ലൊക്കേഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ ആ സ്ഥലത്തെ നമുക്ക് കാണാം. അതിലൊരു വലിയ പ്രദേശം മരുഭൂമിയാണ് എങ്കിലും അതിൽ നമ്മളുടെ ആ ഒരു ബിഗ് ക്രസൻറ്റ് എന്നൊക്കെ പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് മെസപ്പൊട്ടാമിയ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തുണ്ടായിട്ടുള്ള നമ്മൾ ഈജിപ്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള നൈൽ നദിയും അവിടെയുള്ള ഒരു ഫെർട്ടൈൽ സോയിലും ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു വലിയ പ്രദേശമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു മരുഭൂമി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഈ ഇസ്രായേലും പാലസ്തീനും ട്രാൻസ് ജോർഡനൊക്കെ കിടക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് വലിയ തോതിലൊരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ് പിന്നീട് ഉണ്ടായത്. കാരണം എന്താണ്, അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു സാധനം കൂടി അവിടെ വരികയാണ്. കാരണം ഈ നമ്മൾ ജെറൂസലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ദൈവികമായിട്ടുള്ള ചില അതിൻ്റെ റോളും കിതാബിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില സംഗതികളും വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന സംഗതിയും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൂടി അവിടെ കടന്നു വരുന്നു. പിന്നെ നമുക്ക് അറിയാം, നമ്മളുടെ 7 ആകാശത്തേക്ക് ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ നമ്മളുടെ ആ കഴുതയെ കെട്ടിയിട്ടത് പോലും ഈ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി വന്നപ്പോൾ ഈ സ്ഥലം പിന്നെ വലിയ തന്ത്രപ്രധാനമായൊരു പ്രശ്നമായിട്ട് മാറുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഈ സ്ഥലം പിടിച്ചാൽ വിട്ടുകൊടുക്കണം എന്നതാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു കള്ള മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഓർത്തില്ല കാലം മാറുമ്പോൾ ഇതൊക്കെ പൊളിച്ചടുക്കപ്പെടും എന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഒരു 2014 മുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഇസ്രായേൽ ഹമാസ് വിഷയം ഇത് നമ്മൾ ഒന്ന് ബാക്ക് ട്രേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2014 ശേഷം അല്ലെങ്കിൽ 2000 ശേഷം ഇൻ്റർനെറ്റ് വ്യാപകമായതിന് ശേഷം വലിയ തോതിലുള്ള ഒരു ബാക്ക്ലാഷ് ഈ ഒരു ആശയത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ വിഷയങ്ങൾ തിരിച്ചറിയാൻ ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇന്നിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കാലത്ത് ഈ മാപ്പൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കാനല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ അല്ല ഇന്നുള്ളത്. ഇന്നിങ്ങനെ ഒരു മാപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ മാപ്പ് തെറ്റാണ്, യഥാർത്ഥത്തിൽ ഈ മാപ്പ് എന്താണ് എന്ന് പറയാൻ ഇവിടെ ആളുകളുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഇവിടെ വഴികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കള്ളത്തരങ്ങൾ പഴയ പോലെ അവിടെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ ഈ മാപ്പ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആദ്യം മൊത്തം പാലസ്തീൻ പച്ച കളറ്, പച്ചയാണല്ലോ നമ്മുടെ ഞമ്മൻ്റെ കളറ്, പിന്നെ അത് വെള്ളയാകുന്നു, അത് നേരെ വന്ന് അത് ഇസ്രായേലാകുന്നു, പിന്നെ അതിങ്ങനെ ചുരുങ്ങി പോയിട്ട് അത് അവിടെ മൊത്തം ഇസ്രായേലായി, അവിടെ പച്ച ചുരുങ്ങിപ്പോയി. ഇതാണ് ഈ മാപ്പ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ ലൈ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മാപ്പ് ആ പച്ച, ദ ട്രൂത്ത് ഇൻ 1945 ദ ലാൻഡ് വാസ് നോട്ട് പാലസ്തീൻ, ഇറ്റ് വാസ് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതായത് നിങ്ങൾ ആ പച്ച എന്ന് പറയുന്ന സാധനം, ആ പച്ച മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം ഉൾപ്പെടെ നമ്മളെ ട്രാൻസ് ജോർഡൻ അടക്കമുള്ള ആ സ്ഥലം അത് ബ്രിട്ടീഷുകാരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ അധീനത്തിലായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു രാജ്യം എന്നൊരു കൺസെപ്റ്റ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ബ്രിട്ടീഷുകാർക്ക് മുന്നേ ആരുടെ കയ്യിലായിരുന്നു? അത് നമ്മളുടെ ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുന്നേ ആരുടെ കയ്യിലായിരുന്നു? അതിന് മുന്നേ വേറെ ചില ഉമയ്യദ് അങ്ങനെ ബാക്കോട്ട് അങ്ങനെ പോവും, ഒക്കെ കാക്കമാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം അവർ പിടിച്ചടക്കിയതാണ്. എവിടുന്ന് പിടിച്ചടക്കി? അത് മറ്റു പല രാജവംശങ്ങളിൽ നിന്ന് പിടിച്ചടക്കുന്നു. അപ്പോൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അത് ഓട്ടോമാൻകാരുടെ കയ്യിലെത്തുന്നു, അവരിൽ നിന്നും അത് പിടിച്ച് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തുന്നു. ആ സമയത്താണ് നമ്മളുടെ ഈ ജൂതന്മാർ വേട്ടയാടപ്പെടുന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ഒരു വലിയ ഒരു ഹോപ്പായിട്ട് അവരുടെ രക്ഷ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മോഹം വരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ തോതിൽ ചൂട് പിടിക്കുന്നതും, അങ്ങനെ എന്നാൽ ശരി, എന്നാൽ ഇനി വേറെ എവിടെയും നമുക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മുടെ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് ആ സ്ഥലം കണ്ട് അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അവരവിടെ വരുന്ന സമയത്ത് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് ബ്രിട്ടീഷ് മാൻഡേറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ രാജ്യം വിഭജിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. ഓക്കെ, ഈ ഭാഗമുണ്ട്, എൻ്റെ പറമ്പാണത് എന്നൊരു ബ്രിട്ടീഷുകാരൻ പറയുന്നു. ഈ പറമ്പിൽ നിന്ന് ഇത്രയും ഭാഗം നിങ്ങളെടുത്തു, ഇത്രയും ഭാഗം അവരെടുക്കട്ടെ, ഈ ജെറൂസലം ആ പള്ളിയും സാധനമൊക്കെ അത് നമ്മൾ കൺട്രോൾ ചെയ്തോളാം എന്നുള്ള രീതിയിലേക്കാണ് പിന്നീട് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി രണ്ടാമത്തെ മാപ്പിൽ നിങ്ങൾക്ക് അവിടെ കാണാം, അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്ന് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് വെച്ചുകൊണ്ട് ഒരു 1947 പ്ലാൻ അവിടെ വെക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം സ്ഥലവും അറബികൾക്കും ഒരു ചെറിയ ഭാഗമാണ് നമ്മളുടെ ഇസ്രായേലികൾക്ക് കൊടുക്കുന്നത്. അത് അറബികൾ റിജക്റ്റ് ചെയ്യുക മാത്രമല്ല, തൊട്ടടുത്ത വർഷം മുതൽ അവർ യുദ്ധത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിനു മുന്നേ മറ്റൊരു പ്ലാനിൽ 1937 ഒരു പീൽ കമ്മീഷൻ, അതിലും ഇതേപോലെ ഒരു പ്ലാൻ അവർ കൊടുക്കുന്നുണ്ട്. ആ പ്ലാനിൽ വളരെ ചെറിയ സ്ഥലമാണ് അതിലും കൊടുക്കുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓരോ പാർട്ടീഷൻ പ്ലാനും റിജക്റ്റ് ചെയ്ത് അത് പറ്റില്ല, ജൂതന്മാർ ഇവിടെ
ഉണ്ടാകാൻ പാടില്ല, അത് ഈ ഭാഗത്ത് ഉണ്ടാകാനേ പാടില്ല, ഒരു ജൂയിഷ് സ്റ്റേറ്റേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണമായ ഉന്മൂലനം, ഒരു ജനോസൈഡ് അത് കൊണ്ടു നടന്ന് ഉയർത്തിപ്പിടിച്ച് അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഈ അറബികൾ. എന്നിട്ട് അവരാണ് ഇപ്പോൾ നിന്നിട്ട് പറയുന്നത് ഇത് ഭയങ്കര വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. ആരാണ് യഥാർത്ഥത്തിൽ വംശഹത്യ നടത്തിയത്? വംശഹത്യ നടത്തിയത് അറബികൾ തന്നെയാണ്. അതാ എന്നുപോലും നടത്തി ഈ ഒരു വിഷയം ഈ ഇസ്രായേലിൽ നിന്ന് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ജൂതന്മാരെ അവിടെ വന്ന അന്നു മുതൽ ഈ വംശഹത്യ അവർ തുടങ്ങിയതാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് 1967 വരെയുള്ള സമയത്ത് പിന്നെന്താ കാണുന്നത്? നമ്മളുടെ ഗാസയും നമ്മളുടെ സിനായ് ഏരിയ, അതുകൂടാതെ നമ്മളുടെ ഗോലൻ ഹൈറ്റ്സ്, ഇതെല്ലാം നമ്മളുടെ ജോർദൻ്റെ കയ്യിലേക്ക് പോകുന്നു, ഈജിപ്തിൻ്റെ കയ്യിലേക്ക് പോകുന്നു. അവരെവിടെ നിന്നാണ് പിടിച്ചെടുത്തത്? അവർ പിടിച്ചത് ഈ ഇസ്രായേലികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി വന്ന് പാലസ്തീനികളോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ട് യുദ്ധത്തിൽ തോറ്റിട്ട് പിന്മാറുന്ന സമയത്ത് സഹായിക്കാൻ വന്നതാണ് പാവങ്ങൾ. പക്ഷെ പോകുന്ന നേരത്ത് ഈ പാലസ്തീനികളുടെ സ്ഥലമായിട്ടാണ് അവർ പോണത് 1948. ആ പോയ സാധനം 1967 ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ട് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നു, ജോർദൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നു. എന്നിട്ട് ആ സാധനമാണ് പിന്നീട് കൈമാറ്റം ചെയ്തിട്ട് അത് ഗാസക്കാർക്ക് വിട്ടുകൊടുത്തത്. അതാണ് 2005 അവർ കൊടുക്കുന്നതും. അത് ഇവിടെ ഇന്ന് 2023 ഈ ഒക്ടോബർ 7 വരേക്കും അവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ബോംബുകൾ വർഷിക്കുമാറ് അവർ തുറങ്കം പണിതിരുന്നിട്ട് അവർ ഈ ഇസ്രായേലിലേക്ക് ഈ ഭീകരാക്രമണം അഴിച്ചുവിട്ടത്. ഒക്ടോബർ 7 അവർ കൊണ്ടെത്തിച്ചത് അതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള നുണകൾ പടച്ച് വിട്ടിട്ട് ഇതുപോലെ കാര്യങ്ങൾ എത്ര നാളെ ആളുകളെ പറ്റിക്കാൻ സാധിക്കും? ഇനി ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ പറയാൻ വിട്ടുപോകുന്ന ഒരു സാധനമാണ് 3 നോസ് എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷൻ എടുത്തതാണ് ഇസ്രായേൽ അല്ല. അതായത് നമ്മളുടെ 1967 ആ ഒരു യുദ്ധം, ആ യുദ്ധം പ്രീഎംപ്റ്റീവായിട്ട് നമ്മളുടെ ഇസ്രായേൽ നടത്തുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇൻ്റലിജൻസിലൂടെ അവർ മനസ്സിലാക്കുകയും അത് മുൻകൂട്ടി കണ്ട് അവർ തലേന്ന് തന്നെ പോയിട്ട് പറന്ന് പൊങ്ങുന്നതിന് മുന്നേ തന്നെ എയറോപ്ലെയിനൊക്കെ വെടിവെച്ചിടുന്ന ഒരു അവസ്ഥ, ബോംബിട്ട് തകർത്തു. അങ്ങനെ വളരെ മികച്ച രീതിയിൽ 6 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധം അവർ വിജയിക്കുന്നു. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ ഗാസ പിടിച്ചെടുക്കുന്നതും അതുപോലെ മറ്റേ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തത് എവിടെ നിന്നാണ്? ജോർദൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം വലിയ തോതിൽ നാണം കെട്ടു അറബികൾ. കാരണം തുടക്കം മുതൽ ഈ സമാധാനത്തിന് വേണ്ടി എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സമാധാന ശ്രമങ്ങൾ ഓരോന്നിനെയും തുരങ്കം വെക്കുകയും അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങൾ എന്തിനാണ് ഈ പഴയതൊക്കെ പറയുന്നത്? ഇത് നമ്മളിപ്പോൾ എന്താണ് അബ്രഹാം അക്കോർഡ്സിനെ കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ഓസ്ലോ അക്കോർഡ്സിനെ കുറിച്ചൊക്കെ പറയുമെന്ന് നിങ്ങളിപ്പോൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് അതല്ല. നിങ്ങൾ പറയേണ്ടത് ഇപ്പോൾ 2005 ശേഷം എന്ത് എന്നുള്ളത് നിങ്ങൾ പറയൂ. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഹമാസ് ഉള്ളപ്പോൾ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾ ഒക്ടോബർ 7 പറയുക? അപ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒക്ടോബർ 7 മുന്നേ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചില സ്ഥലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഞങ്ങളുടെ വക കുറച്ച് സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന ചരിത്രം കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് നിങ്ങൾ പറയണം. എങ്ങനെയാണ് ഈ സമാധാന ശ്രമങ്ങളെ തുരങ്കം വെച്ചുകൊണ്ടിരുന്നത്? ഈ അറബികൾ എങ്ങനെയാണ് ഈ സമാധാനം ഇല്ലാതെയാക്കിയതെന്നും ഈ അറബ് രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഇതിന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ അബ്രഹാം അക്കോർഡ്സിന് ശേഷം ഇതുപോലെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്ന് അവർ മെനക്കെടുന്നതും ഏറ്റവും ഒടുവിൽ ഒക്ടോബർ 7 ആ സമയത്ത് ഇസ്രായേൽ സൗദി അറേബ്യയുമായിട്ടുള്ള സമാധാനം അത് പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ അത് സംസ്ഥാപിക്കുന്നതിൻ്റെ ഘട്ടം, ആ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെ തുരങ്കം വെച്ചുകൊണ്ട് അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു ഒക്ടോബർ 7 ഇന്ന് കാണുന്ന യുദ്ധത്തിലേക്കും അത് പോയത് എങ്ങനെയെന്ന് അറിയണമ്പോൾ അവിടെയാണ് നമ്മളിതൊക്കെ പറയേണ്ടി വരുന്നത്. കാരണം ഈ രാജ്യങ്ങൾ പണ്ട് പറഞ്ഞ കാര്യം ഇതാണ്: ഇസ്രായേലി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ 1967 to 1993 ആ സമയത്ത് അവരെടുത്തുകൊണ്ടിരുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പീസ് വിത്ത് ഇസ്രായേൽ, നോ റെക്കഗ്നിഷൻ ഓഫ് ഇസ്രായേൽ, നോ നെഗോഷിയേഷൻസ് വിത്ത് ഇസ്രായേൽ. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇസ്രായേലുമായിട്ട് ഒരു തരത്തിലുള്ള പീസും ഇല്ല, ഒരു തരത്തിലുള്ള റെക്കഗ്നിഷനും ഇല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമേ ഇല്ല. അതുപോലെ ഇസ്രായേലുമായിട്ടൊരു സന്ധി സംഭാഷണവും ഇല്ല എന്നും അവിടെ പറഞ്ഞു വെച്ചിട്ട് അവർ നിന്നിരുന്ന നില എന്ന് പറയുന്നത് എത്ര വർഷങ്ങളാണ് അത് നിന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇനി ഈ സമാധാനത്തിൻ്റെ ആ പ്രാവിനെ പറത്താൻ വേണ്ടിയിട്ട് അവർ വേറെ ചില സ്ഥലങ്ങളും കൂടി സന്ദർശിച്ചു. അങ്ങനെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അവരേറ്റവും കൂടുതൽ വിലമതിക്കാനാവാത്ത ഒരാളായിട്ട് കണ്ടത് നമ്മൾ ഹിറ്റ്ലറെയാണ്. 1941 ഇത് സംഭവിക്കുന്നത്. നമ്മളുടെ ജെറൂസലം ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഹുസൈനി എന്ന് പറയുന്ന ചങ്ങാതി അവിടെ ഹിറ്റ്ലറെ പോയി കണ്ടിട്ട് സംസാരിക്കുന്നത് എന്താണ്? അവിടെ എങ്ങനെ പത്തിരിക്ക് ഉപ്പിടുന്നതിനെ കുറിച്ചല്ല അവരവിടെ സംസാരിക്കാൻ പോയത്. അവർ സംസാരിക്കാൻ പോയത് ഇസ്രായേലിനെ നമുക്ക് തകർക്കണം,
നമുക്ക് രണ്ടുപേർക്കും കോമൺ എനിമീസാണുള്ളത്, ദ ബ്രിട്ടീഷ്, ദ ജ്യൂസ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇസ്രായേലിൻ്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ പോയിട്ട് സന്ധി സംഭാഷണം നടത്തിയത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നേതാവാണ്. ഇവിടെ നിങ്ങൾ പറയാറുണ്ടല്ലോ, അതായത് എന്താണ്, സംഘികളെ പോയി കണ്ടു, അതെന്തോ വലിയ പ്രശ്നമാണ്. സംഘികളെ പോയി കാണുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മളെ വന്നിട്ട് സമാധാനം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതും ഇതുപോലെയുള്ള ഈ ചാരിത്രിക പ്രസംഗമായിട്ട് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൗകര്യമില്ല നിങ്ങൾ കേൾക്കാൻ, നമ്മളിവിടെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇവിടെ ഒരു ഹോളോകോസ്റ്റ് ഒരെണ്ണം മാത്രമല്ല, പല രീതിയിൽ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ഇവർ ഈ തരത്തിലുള്ള ഒരു മാസ് എക്സോഡസും ഇതുപോലെയുള്ള വംശഹത്യ ശ്രമങ്ങളും അത് തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഈ പറയുന്ന ജ്യൂസ് എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം ഉൾപ്പെടുന്നൊരു സമൂഹമാണെങ്കിലും അവർ ഔട്ട്വേർഡ്ലി അവർ ഇൻക്ലൂസീവ്നെസ്സും സെക്യുലറിസവും ഡെമോക്രാറ്റിക് മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഏത്തീസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇസ്രായേലിൽ ജീവിക്കാം, നിങ്ങൾക്കൊരു ഏത്തീസ്റ്റായിട്ട് ഈ പറയുന്ന ഗാസയിൽ പോലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാം ഗെയ്സ് ഫോർ ഹമാസ്, ഗെയ്സ് ഫോർ ഗാസ, ഗെയ്സ് ഫോർ ഗാസ, ഗെയ്സ് ഫോർ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന ആളുകളെ കാണാം. ശരി, ഗാസ അവിടെ സ്വാതന്ത്ര്യം നേടി 2 സ്റ്റേറ്റായിട്ട് മാറി, ഇസ്രായേൽ അപ്പുറത്ത് ഇവിടെ ഗാസയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോയിട്ടാണ് ജീവിക്കേണ്ടത്? ഞാൻ കുറേ ഇതുപോലെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തിയതാണല്ലോ ഗാസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്രായേൽ വേണ്ട, ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇച്ചിച്ചി അവർ ഭയങ്കര പ്രശ്നമാണ്, അവർ ഭയങ്കര അധിനിവേശത്തിൻ്റെ ആളുകളാണ്, അവർ അപ്പാർട്ടൈഡിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് ഞാൻ ഗാസയിൽ പോയിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ സിറ്റിസൺഷിപ്പ് ഏതെങ്കിലും ഒരു ഗേക്ക് ഈ പറയുന്ന ഗാസ കൊടുത്തു തന്നെ വിചാരിക്കാം. അങ്ങനെ അതും കിട്ടിയിട്ട് ഈ ഗേ ആയിട്ടുള്ള ആൾ ഈ പറയുന്ന ഗാസയിൽ പോയി ജീവിക്കാൻ ഒന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അവൻ സ്വർഗം കാണും. കാരണം എന്താണ്? സ്വർഗ്ഗമല്ല, നരകം കാണും. കാരണം എന്താണ്? അടുത്ത ദിവസം അവൻ അവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലും. കാരണം എന്താണ്? ഗാസയിലെ നിയമം അനുസരിച്ച് ഒരു ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, ഒരു ഏത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. ഇതാണ് ഈ പറയുന്ന ഗാസയും ഈ പറയുന്ന ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതുപോലെയുള്ള നിയമങ്ങൾ വെച്ചിട്ട് വരെ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മളവിടെ വീണ്ടും ചില എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ തോറയിൽ എഴുതിയിട്ടുണ്ട്, തോറയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ ആരും വായിക്കാത്ത സാധനങ്ങൾക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണും. നമുക്ക് അവരോട് പറയാനുള്ളത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് വന്ന് അവിടെ ഒരു രാജ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സിയോണിസ്റ്റ് മൂവ്മെൻറ്റ് അത് അവരവിടെ നടത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ അവർ അത് ചെയ്തത് അവരുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൻ്റെ കൂടെ അവരുടെ ഒപ്പം വന്ന് ഓൾമോസ്റ്റ് ഒരു 20% മുസ്ലിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിൽ ജീവിക്കുന്നു, ഈക്വൽ റൈറ്റ്സുമായിട്ടാണ് അവർ അവിടെ ജീവിക്കുന്നത്. എന്നാൽ അവരുടെ ഇടയിൽ ഇതേ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലുള്ള തെണ്ടിത്തരങ്ങൾ വേറെയും കാണിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അതായത് ഞങ്ങളുടെ ഏരിയയിൽ ജൂതന്മാർ വേണ്ട എന്നൊക്കെ പറയുന്ന ചില പണികളൊക്കെ അവർ ഒപ്പിക്കുന്നുണ്ട്. അതല്ലാതെ ജൂതന്മാരുടെ ഏരിയയിൽ മുസ്ലിങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിയമമോ അങ്ങനെ പാടില്ല എന്ന് പറയുകയോ ഇല്ല. ഇനി അങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അതിനുള്ള നിയമ നടപടികൾ വരെ എടുക്കാവുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതിനകത്ത് ഈ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വംശജർ, ആ ഒരു കൂട്ടം ആളുകൾ, അവർ വളരെയധികം ഈ ഇസ്രായേലി ജനതയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അവർ പലപ്പോഴും ഇസ്രായേലി ആർമിയിൽ വരെ ഒറിജിനൽ ജൂതന്മാരെക്കാൾ വലിയ ദേശഭക്തന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുകൂടി നമുക്കിവിടെ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ മറ്റ് അറബികളായിട്ടുള്ള മുസ്ലിങ്ങളെ അവിടെ നമ്മൾ വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കുക പോലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്: ഈ ഒരു ഇസ്രായേൽ അവർക്കും മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും ഔട്ട്വേർഡ്ലി അവർ ഉയർത്തി വെക്കുന്നത് കിതാബിലെ വാചകങ്ങളോ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കണമെന്നോ ഉള്ള ഏതെങ്കിലും തോറയിൽ ഇരുൾ മൂട്ടി കിടക്കുന്ന ഏതെങ്കിലും മണിച്ചിത്ര താഴിട്ട് പൂട്ടി ഏതെങ്കിലും മുറിക്ക് എന്നാൽ തെക്കിനിക്കകത്തിരിക്കുന്ന തോറയിലെ വചനങ്ങളല്ല. അവർ അത് പൊക്കിയല്ല നടക്കുന്നത്. പൊക്കി നടക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഭരണ നിയന്ത്രണം ഒക്കെ നടത്തുന്ന ആളുകളുടെ ഐഡിയൽസ് പ്രകാരം അതല്ല. അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷനിൽ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ആ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ പ്രിൻസിപ്പിൾസാണ്. അത് അവർ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഹമാസിൻ്റെ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് പാലസ്തീൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ അവരെന്താ എഴുതി വച്ചിരിക്കുന്നത്? അവരുടെ ഹമാസിൻ്റെ പ്രിയാമ്പിൾ തന്നെ നിങ്ങളെടുത്ത് നോക്കുക. അതിൽ വീണ്ടും നമുക്ക് കാണാം ഇസ്രായേൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൂടി പറയണം.
അപ്പോൾ അവിടെ ഹമാസ് എന്നല്ല അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജൂയിഷ് സ്റ്റേറ്റ് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതേ ആശയങ്ങളും ഇതേ തരത്തിലുള്ള പോക്കുകൾ അല്ലെങ്കിൽ നിലപാടുകളുമായിട്ട് ഉദയം ചെയ്ത PLO അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇതുപോലെ നടന്നിട്ട് കാര്യമില്ല, നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കാലത്ത് വളരെ തീവ്രമായിട്ട് പ്രസംഗിച്ച് നടന്നിരുന്ന യാസർ അറാഫത്ത് കുറച്ച് തീവ്രതയൊക്കെ കുറച്ച് നമ്മൾ സമാധാനത്തിലേക്കൊക്കെ പോകണം എന്നുള്ള രീതിയിലേക്ക് വന്ന് അങ്ങനെ ഈ ഓസ്ലോ അക്കോർഡിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടം എത്തുന്നു. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യാസർ അറാഫത്ത് ശരിയല്ല, അയാളുടെ തീവ്രത കുറഞ്ഞു, അയാൾ ജിഹാദിൽ നിന്ന് പിന്മാറുന്നു, അയാൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശക്തി കൂടിയ സാധനങ്ങൾ പിന്നെ ഉദയം ചെയ്യുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. 1987 ഹമാസ് ഉദയം ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ പറയുന്ന ഇൻതിഫാദ 1 ഇൻതിഫാദ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിക്കുന്ന സാധനങ്ങൾ, സൂയിസൈഡ് ബോംബിങ് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, യുദ്ധം, രക്തച്ചൊരിച്ചിൽ, ഇതിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളും അതല്ലാതെയും അതിന് സാധിക്കണമെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളും തമ്മിലാണ് ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഭാഗം ചേരാൻ കഴിയുക യുദ്ധമല്ലാതെയുള്ള മാർഗ്ഗങ്ങളിലൂടെ, അല്ലെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. ഇവിടെ അതല്ല കാണുന്നത്. ഇവിടെ യുദ്ധം അല്ലെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഏറ്റവും മാരകമായ വേർഷൻസ് പോലും നടത്തിയിട്ട് ഒരു വേള ഇവിടെ ഹിറ്റ്ലറിന് ജൂതന്മാരെ കൂട്ടക്കൊല നടത്താൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയതുപോലെ ഇസ്ലാമാണ് എന്നുവരെ നമുക്ക് സംശയിക്കാവുന്ന രീതിയിൽ അവിടെ പോയിട്ട് ചെവിയിലും ഈ മന്ത്രം ഊതിക്കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ മുതലാളിയല്ല, അത് ഈ കാക്കാമാർ തന്നെയാണ്, അറബികൾ തന്നെയാണ് ഈ പോയിട്ട് ഇത് ചെയ്തു കൊടുത്തത്. അങ്ങനെ ഹിറ്റ്ലറായിട്ട് പോലും അവിടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇവിടെ ആരെങ്കിലും തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇത് മുസ്ലിങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ഇന്നും ഈ കോട്ട് ഇത് ഹിറ്റ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ ജനത ഒരു കേരളത്തിലടക്കമുണ്ട്. ഞാൻ ഈ സാധനം എടുത്തിട്ട് നടന്നിരുന്നതാണ്. ഇതിട്ടതിൻ്റെ പേരിലാണ് ഒരു സമയത്ത് ഞാനിപ്പോഴാണ് അത് ഓർക്കുന്നത്. 2014 ഹോമിയോപ്പതിയുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു നെറ്റ്വർക്കിലുണ്ടായിരുന്ന ഇസ്രായേലി ആയിട്ടുള്ളൊരു ഹോമിയോ ഡോക്ടർ അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ ഈ സാധനം പോസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ പേരിലാണ് അന്ന് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. ഇന്ന് നമ്മൾ വലിയ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ എന്താ അന്ന് ഞാൻ ഇട്ട സാധനം ഇതാണ്. അതായത് മുഹമ്മദ് നബിയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് അവിടെ പുറത്തു വന്നൊരു വാചകമാണ്. ഹിറ്റ്ലർ ദ ഗ്രേറ്റ് പറഞ്ഞു, ഹി സെഡ്, "I would have killed all the Jews of the world, but I kept some to show the world why I killed him." ഇതാണ് അവിടെ എഴുതി വെച്ചത്. അതായത് ജൂതന്മാരെ ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന ഈ ഒരു കോട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ആൻറ്റിസെമിറ്റിസത്തിന് ഇവിടെ വഴിവെക്കുന്നത് ആരാണ് ഈ ആൻറ്റിസെമിറ്റിസം ഇവിടെ ഇതുപോലെ ഉയർത്തി വെക്കുന്നത്? കാക്കാമാരാണ്. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിന്നും ശരിയാണ്. ഇത് ഹിറ്റ്ലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് പോലും ഉറപ്പില്ല. എന്നാലും ഇത് ഹിറ്റ്ലർ പറഞ്ഞ ഒരു ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുന്നു. പക്ഷേ ഹിറ്റ്ലർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഹിറ്റ്ലറെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ ഇത് മുന്നേ ഹിറ്റ്ലർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവിടെ നേരിട്ട് പോയി പറഞ്ഞ ആളുകൾ ഇവിടെ ഉള്ളത് നമ്മളിവിടെ മറക്കാൻ പാടില്ല. ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നില്ല. പാലസ്തീന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ ഇത് കാണുന്നില്ല, വിശ്വാസികൾ ഇത് കാണുന്നില്ല എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ പഴയ ആളാണ്. അന്ന് ദ പീസ് മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന അൻവർ സാദത്ത് ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പുള്ളിയെ ഇതേപോലെ അസാസിനേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് അസാസിനേറ്റ് ചെയ്തത്? പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം നമ്മളുടെ ഈജിപ്ത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവിടെ ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നതാണ് ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാതകം. അതായത് സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ പറയൂ, സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, നിരന്തരമായിട്ട് അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പോക്കിരിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അതിനുവേണ്ടി ഉണ്ടായിട്ടുള്ള ഓരോ ശ്രമവും തകർത്തെറിഞ്ഞിട്ടുള്ള ആളുകൾ, അങ്ങനെ ഉണ്ടായിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിൽ യുദ്ധത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ, അതാരാണ്? അത് ഇസ്രായേലാണോ? അത് അറബികളാണോ? ഇത് നിങ്ങളിവിടെ കാണുക. ഈ ഒരു സമയത്ത് ഒരാളെയും കൂടി നമ്മളിവിടെ ഓർക്കണം. അത് നമ്മളുടെ കൊല ചെയ്യപ്പെട്ട, അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുണ്ട്, ഒരു റാബിൻ. അപ്പോൾ റാബിൻ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? റാബിനെ കൊല്ലുന്നത് ഒരു തീവ്ര വലതുപക്ഷമായ ഒരു ഇസ്രായേലി പൗരനാണ്. ആ പൗരനും അവിടെ എടുത്തു വെച്ച സാധനം എന്താണ്? ഇതുപോലെയുള്ള തീവ്രമായ ആശയങ്ങൾ. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ അൻവർ സാദത്തിനെ കൊല്ലാനും ആ സംഗതിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനും ആരാണ് മുന്നിട്ട് നിന്നത്?
അത് ഔദ്യോഗികമെന്ന് നമുക്ക് പറയാവുന്ന, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിൻ്റെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നേരിട്ട് ഈ സാധനത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നത്. എന്നാൽ ഇവിടെ ഇഷാഖ് റബിന് ഇതുപോലെ കൊല ചെയ്യപ്പെടുമ്പോൾ ഇസ്രായേലിൽ നിന്നും അയാൾക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. അയാൾ ഏതോ ഒരു വിഭ്രാന്തിയുള്ള ഒരാൾ ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് അവിടെ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇയാൾ എന്തോ ഒരു വാഴ്ത്തപ്പെടുന്ന ഒരാളായിട്ട് അവിടെ മാറുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഈ അൻവർ സാദത്തിനെ ഇതുപോലെ കൊല ചെയ്യുക മാത്രമല്ല, ഈജിപ്ത് ഇങ്ങനെ നോർമലൈസ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അറബ് ലീഗിൽ നിന്നും ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഇതിൽ ഈ പീസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പീസ് ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് ആരാണ് തുരങ്കം വെക്കുന്നത് എന്നത് നമ്മളിവിടെ വെയ് ചെയ്ത് നോക്കേണ്ടി വരിക. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, പണ്ടേ ഉണ്ടായിരുന്നത് പാലസ്തീനല്ല, അത് ഇസ്രായേലാണ്. അതിനുള്ള തെളിവ് ഖുറാനിൽ അടക്കമുണ്ട്, ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്. പിടിച്ചെടുത്ത സംഗതികൾ തിരിച്ചു കൊടുക്കണം എന്നതാണ് നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാസയും വെസ്റ്റ് ബാങ്ക് അടക്കം അത് നിങ്ങൾ ഈ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വരും. അത് ഏതായാലും നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ 1937 പ്ലാൻ എടുത്താൽ പോലും അത് വളരെ ചെറിയ ശതമാനം 20% താഴെ സ്ഥലങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് കൊടുത്തത്, ബാക്കി മുഴുവൻ അറബികൾക്കായിരുന്നു. അതെങ്കിൽ അത് എന്ന് പറഞ്ഞാണ് അവർ മുന്നോട്ട് പോയത്. അതുപോലും വിട്ടുകൊടുക്കാൻ അറബികൾ തയ്യാറായിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്നിട്ടും ഇന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ഓസ്ലോ അക്കോർഡൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞെളിവിരി കൊള്ളുന്ന കാക്കാമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വാദം കാപട്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കാപട്യമാണ്, അറബികൾ ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത് എന്ന് കാണാൻ ഒരു വാർത്തയും കൂടി നമ്മുടെ മുന്നിലേക്ക്, ഇത് ഈ ഗാസ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് നമ്മൾ പറയാറുണ്ട്, പുര കത്തുമ്പോൾ കഴുക്കോൽ ഊരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്നു, അവരോട് മനുഷ്യത്വം ഇച്ചിരി മനുഷ്യത്വമൊക്കെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വന്ന് ഉപദേശിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. ഗാസയിൽ യസീദി ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. എന്താണ് യസീദി ചെയ്ത പാതകം? യസീദി ചെയ്ത പാതകം ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇറാഖിൽ ഈ സിഞ്ചാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പിടിക്കപ്പെട്ട് അൽ-ഖയ്ദയുടെ കയ്യിലൂടെ ഐസിസിൻ്റെ കയ്യിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അടിമ ഭോഗത്തിലൂടെ പല ഹൊറിഫിക് ആയിട്ടുള്ള സംഗതികളൊക്കെ നേരിടേണ്ടി വന്ന് അവസാനം ഒരുവിധം പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇറാഖിലൂടെ, സിറിയയിലൂടെ, തുർക്കിയിലൂടെ ഒക്കെ പോയിട്ട് അവസാനം നമ്മളുടെ ഗാസയിൽ വന്നിട്ട് അവിടെ ഒരാൾ പാർപ്പിച്ചിരിക്കുകയാണ്. തുരങ്കങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ പാർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ കൊല്ലപ്പെടുന്നു. ഈ പെണ്ണിൻ്റെ മുതലാളി കൊല്ലപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന സമയത്ത് ആ പെണ്ണ് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ചിട്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിറങ്ങി നടന്നിരുന്ന ആ NGO ഇവരെ കണ്ടുമുട്ടുന്നു. അങ്ങനെ IDF-ഉമായിട്ട് ചേർന്ന ഒരു ജോയിൻ്റ് ഓപ്പറേഷനിൽ അവരെ രക്ഷിക്കുന്നു. എവിടുന്ന് രക്ഷിക്കുന്നു? ഗാസയിൽ നിന്ന് രക്ഷിക്കുന്നു. എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു യസീദി പെൺകുട്ടിയെ 10 വർഷമായിട്ട് അവർ വീട്ടിൽ നിന്നും പിടിച്ചിറക്കപ്പെട്ട കുട്ടിയാണ്. ഇപ്പോൾ 2014 ഇറങ്ങിയതാണ്. 2024 ആയപ്പോൾ അവരെ പിടിക്കുന്നത് ഗാസയിൽ നിന്നാണ്. ഇതും അവിടെ സംഭവിക്കുന്നു. നിങ്ങൾ പറയൂ, എന്ത് ധാർമ്മിക അവകാശമാണ് ഇവിടെ ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ പേരിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിലവിളിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അവകാശമുള്ളത്? ഞാനിതിവിടെ എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹോസ്റ്റേഴ്സിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ ഹോസ്റ്റേഴ്സിനെ വെക്കുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയി അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം പങ്കുവെക്കുന്ന സംഭാഷണങ്ങൾ അത് ഇസ്രായേൽ IDF ലീക്ക് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ സന്തോഷത്തോടു കൂടി പറയണം, എനിക്ക് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം സംസാരിക്കുന്ന ടെലിഫോണിക് കോൺവെർസേഷൻസ് ഇവിടെ ലീക്കായത് കണ്ട്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? അടിമയെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ ധരിച്ചിരുന്നത്, സിൻവർ അടക്കമുള്ള ആളുകൾ ധരിച്ചിരുന്നത് ഇത് തങ്ങളെ നേരിടാൻ കഴിയില്ല എന്നതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഹമാസിനെ തീർത്തിരിക്കുന്നു. ഹമാസ് ഇന്ന് ഒരു എന്താ പറയുക, ഒരു വാണം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഒതുക്കിയിരിക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അങ്ങനെ ഒരു പ്രഖ്യാപനം IDF നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്കത് പറയാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതാണ്. ഇത് BBC-യിൽ വന്നൊരു റിപ്പോർട്ടാണ്. BBC എല്ലാം അനുകൂലമായിട്ട് വരാറുള്ളത് പാലസ്തീനികൾക്കാണ്. പക്ഷേ ഇത് വളരെ നിർഭാഗ്യവശാൽ കൊടുത്തു പോയതാകണം എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് അവിടെ കാണാം. യസീദീസ് ഇൻ ഇറാഖ് ആർ സീൻ ഫ്ലീയിങ് ഫ്രം ദി ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഇൻ നോർത്തേൺ ഇറാഖ് ഇൻ 2014.
നിങ്ങൾ എന്താ ഇപ്പോൾ നഗലേട്ടാ നമ്മൾ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് യസീദികളായിട്ടുള്ള ആളുകളെ ഇറാഖിൽ ഐസിസ് അവിടുന്ന് ഓടിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഈ അധിനിവേശം നടത്തുക എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇവിടെ നടക്കും, ജൂതന്മാരെയൊന്നും നമ്മൾ ഓടിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. നേരത്തെ ഒരു ചിത്രം കാണിച്ചെങ്കിൽ അത് പറയാൻ വിട്ടുപോയി. അത് ഈ ചിത്രമാണ്. ഇത് ഈ പറയുന്ന പ്രദേശത്തേക്ക് നടന്നിട്ടുള്ള എല്ലാ അധിനിവേശങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ അസീറിയൻസ്, ബാബിലോണിയൻസ്, റോമൻസ് എല്ലാം വരുന്നത് ഈ ഒരു പ്രദേശത്തേക്കാണ്. അതിൻ്റെ കാരണങ്ങൾ ഈ പറയുന്ന കടലുമായിട്ടുള്ള ചേർന്ന് കിടക്കുന്ന ഭാഗവും അങ്ങനെ പല പല റീസൺസ് അതിനകത്തേക്ക് വരുന്നു. ആ നേരത്തെ പറഞ്ഞ ആ ഒരു ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചരിത്രമാണ്. മെസൊപ്പൊട്ടാമിയൻ കാലഘട്ടം മുതൽ നമ്മളത് പറയുന്നു. അപ്പോൾ ഏതായാലും ഈ യസീദി പെൺകുട്ടിയുടെ കാര്യം കൂടി ഇവിടെ പറയുമ്പോൾ ഈ ഹോസ്റ്റേഴ്സിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഹോസ്റ്റേഴ്സ്, ഇതിപ്പോൾ ഈ നാദിയ മുറാദിൻ്റെ ചിത്രം, ആ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ പുസ്തകത്തിൽ നാദിയ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് യസീദി പെൺകുട്ടികളെ ഇതുപോലെ ചൂഷണം ചെയ്തിരുന്നത് എന്നതെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് വായിക്കേണ്ടതാണ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് നേരിട്ടൊരു ഹോസ്റ്റേഴ്സിൻ്റെ ചിത്രം കിട്ടില്ല എങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഇവരോടൊക്കെ പെരുമാറുന്നത് എന്നതറിയാൻ ഇത് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു വിഷയം ഇത് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഹോസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള നിശബ്ദത അത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു നിശബ്ദതയാണ്, ഒരു മൗനമാണ്. ഇത് നമ്മൾ വെടിയണം. ഈ യുദ്ധം അവസാനിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒച്ച പുറപ്പെടുവിച്ചിട്ട് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കൂ എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ നെഗോഷിയേഷൻസിന് വേണ്ടി വരിക. അതല്ല നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആ അറബ് ലീഗിൻ്റെ പ്രഖ്യാപനം പോലെ നമ്മളുടെ നോ പീസ്, നോ നെഗോഷിയേഷൻസ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ ഈ ബോംബും മിസൈലും ബാലിസ്റ്റിക് മിസൈലിൻ്റെ നീളത്തിൻ്റെ കഥയൊക്കെ ാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ കാക്കാമാർ വിചാരിച്ചാൽ ഇവിടെ പീസ് വരും, അറബികൾ വിചാരിച്ചാൽ ഇവിടെ പീസ് വരും എന്ന് തന്നെയാണ് ഞാനിവിടെ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടി തന്നെ നിലകൊള്ളണമെന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് അറബ് നേഷൻസ് അവർ പല കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു തുരങ്കം വെക്കുന്ന പണിയാണ് ഇന്നിപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ നെകളിപ്പ് അത് അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. കാരണം എന്താണ്, ഒരു ഇക്കണോമിക് ഒരു പ്രോസ്പെരിറ്റി തന്നെയാണ് എല്ലാ ആളുകളും ലക്ഷ്യം വെക്കുന്നത്. ബിസിനസ് നടക്കണം, അതിന് എന്തെല്ലാം അവിടെ തടസ്സമുണ്ട് നമുക്കറിയാം. ഇന്നിപ്പോൾ ആ ഒരു മെഡിറ്ററേനിയൻ ആ ഒരു കടലെടുക്ക് അവിടെ കടക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഹൂത്തികൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇന്നിവിടെ നമ്മളുടെ കേപ്പ് ടൗൺ അതൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എത്ര സമയമാണ് ഇവിടെ നഷ്ടപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതെല്ലാം ഇൻ്റർനാഷണലി വാച്ച് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അധികം വൈകാതെ ഈ ഹൂത്തികളുടെ ആയാലും നമ്മളുടെ ഇറാനിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായാലും ഹിസ്ബുള്ള ആയാലും എല്ലാവരുടെയും പരിപ്പിളക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത് ഭീകരവാദത്തിനെതിരെയുള്ള കൃത്യമായ ഒരു പോരാട്ടമാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇറാനും ഈ പറയുന്ന ഹൂത്തികളും ഹമാസും എല്ലാവരും കൂടിയാണ്. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് വേർഷൻ ഓഫ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു വിഷയത്തിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് ആളുകൾക്ക് അറിയാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളുടെ സലീം അടൂറുമായിട്ട് ജനം ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ അതൊക്കെ പോയി നോക്കി എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കാണാത്ത പല സാധനങ്ങളും ഉണ്ട്, അത് കാണാതെ വന്നിരുന്നു ഛർദ്ദിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് പോയി അന്വേഷിക്കുന്നു. അപ്പോൾ പല കാര്യങ്ങളും കാണുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടിയും പോയി അന്വേഷിക്കുക, പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നടക്കുക. അപ്പോൾ നിങ്ങൾ സാന്ദർഭികമായിട്ട് പറയുന്നത് ജനം ടി വിയിൽ പോകുമ്പോൾ എന്തിനാണ് അവിടെ പോകണമെന്നൊക്കെ ചോദിക്കും. ജനം ടി വിയിൽ പോകുന്നത് ഇതേപോലുള്ള ഈ തക്കിയ വീരന്മാരെ കൈയോടെ പിടികൂടാൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ വന്നിരുന്നിട്ട് എല്ലാം വിളക്കി മറിച്ച് നുണയം പറഞ്ഞിട്ട് പോകുന്ന പരിപാടി ഇനി നടക്കില്ല. അത് നമ്മൾ അനുവദിക്കില്ല. ഇതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ആ ഒരു ഐക്യദാർഢ്യം നിങ്ങൾ രേഖപ്പെടുത്തുക. ഹോസ്റ്റേഴ്സിനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൂടാതെ നമുക്കൊക്കെ വേണ്ടപ്പെട്ട പരിചയത്തിലുള്ള ആളുകൾ ഇന്ന് ഇസ്രായേലിൽ വളരെയധികം ഭയത്തോടു കൂടിയിട്ട് ജീവിക്കുന്നൊരു വിവരം നമുക്കറിയാൻ കഴിയുന്നു. നമ്മളെ പല സുഹൃത്തുക്കളുണ്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ, അവരിലൂടെ നമുക്കറിയാൻ കഴിയുന്നു. നമ്മളുടെ മനസ്സ് വിങ്ങാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. പിന്നെ പാലസ്തീനിലെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. പക്ഷേ
ഈ തരത്തിൽ അവരെ ഒരു ദുരിതത്തിലേക്ക് എത്തിച്ച ആളുകളെ തിരിച്ചറിയാതെ അവർ തങ്ങളുടെ രക്ഷകരാണെന്ന് ചിന്തിച്ച് അവർ നടക്കുന്ന കാലത്തോളം ഇതിനൊരു അന്ത്യം ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറയേണ്ടത് ഫ്രീ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഫ്രം ഇസ്രായേൽ അല്ല, ഫ്രം ഹമാസ് അല്ലെങ്കിൽ ഫ്രം ഹൂത്തീസ്, ഫ്രം ഹിസ്ബുള്ള, ഫ്രം ഇറാൻ എന്ന രീതിയിലേക്ക് പറയാൻ നമുക്ക് സാധിക്കണം. എന്നാലേ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഒക്ടോബർ 7 വരെ സമാധാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനല്ല, ഇസ്രായേലല്ല, അമേരിക്കയല്ല, അത് അൽ ജസീറ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പഴയ നിലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, അതിൽ മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ, ജൂതവിരുദ്ധത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഇത് നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഒന്നും കൂടി പ്രഖ്യാപിച്ചിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് രാവിലെ നമ്മളുടെ ഒരു മീറ്റിംഗ്, നമ്മളുടെ ഒരു ഇസ്രായേൽ ഫ്രണ്ട്ഷിപ്പ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവർ നടത്തിയ ഒരു ചെറിയൊരു പരിപാടിയിൽ നമ്മൾ രാവിലെ സംബന്ധിക്കാൻ ഒരു ഇട വന്നു. അപ്പോൾ അതിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാം, രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, അതുകൂടാതെ മറ്റു പല BJPയുടെ ആളുകളുണ്ട്, പിന്നെ ഇസ്രായേൽ കോൺസുലേറ്റിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു സംസാരം, ആ വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടാനും നമ്മുടെ ഒപ്പീനിയൻ അറിയിക്കാനും ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇത്തരം സംസാരങ്ങൾ ഇത് പബ്ലിക്കിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഇതുവരെ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഈ കാക്കാമാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും ആയതുകൊണ്ടാണ് ഇതിലെ യാഥാർത്ഥ്യങ്ങൾ ആരും അറിയാതെ പോയിരുന്നത്. സമാധാന ശ്രമം എന്നും നടത്തിയിരുന്നത് ഇസ്രായേൽ ആയിരുന്നുവെന്നും അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരുന്നു, ജെറൂസലം പോലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നും നമ്മൾ അറിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്താണ്, എന്നും സമാധാനത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നത് അറബികളായിരുന്നുവെന്ന്. ഈ അറബികൾ ഹിറ്റ്ലറെ പോയി കണ്ട കഥയൊന്നും ഇവർ പുറത്ത് പറയുകയില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ കള്ളക്കളി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയും ആവർത്തിക്കും, ഇത് ഇനിയും പറയേണ്ട അവസരമെന്ന് ഇനിയും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. തൽക്കാലം നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.